ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസമേ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രാർത്ഥന അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ദിവസവും രാവിലെ ഉണരുമ്പോൾ ഒരു 3 പ്രാവശ്യം പ്രാർത്ഥിക്കൂ. അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്ക് നീ ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ പ്രാർത്ഥന ഏറെ സഹായിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കൊച്ചു പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്തം 4:10 വചനം ഏറ്റുപറഞ്ഞാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ വ്യാപരിച്ച് നിങ്ങളുടെ ജോലിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ, കൃഷി മേഖലകൾ, വരുമാന സ്രോതസ്സുകളെല്ലാം കർത്താവ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. കടബാധ്യതകൾ, സാമ്പത്തിക തകർച്ചകളെല്ലാം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നീങ്ങിപ്പോകും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലാം. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ. ആമേൻ. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ. ആമേൻ. ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങെനിക്കും എൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകണമേ. എൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചുയർത്തണമേ. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അനേകം ജനതകൾക്ക് കടം കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ. കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ. ഈശോയെ, ഇന്നു മുതൽ എൻ്റെ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. എൻ്റെ സമ്പത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിപരീത ശക്തികൾക്ക് മുൻപിലും എൻ്റെ സമ്പത്ത് ഇരട്ടിക്കുന്നത് കാണുവാൻ അങ്ങിടയാക്കണമേ. ആമേൻ. പ്രിയമക്കളെ, 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നത്. നമ്മുടെ ഡാനിയലച്ഛൻ്റെ പല ടോക്കുകളിലും അച്ഛൻ പറയാറുണ്ട്, അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്, ബൈബിളിലൊരു പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നൊരു വചനമാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ആദ്യം ഉൾപ്പെടുത്തിയത്. വചനം ഇങ്ങനെയാണ്: അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്.
മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങൻ്റെ മക്കളെ അനുഗ്രഹിച്ച് അവരുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം അവരോട് കൂടെയായിരിക്കുകയും വിപത്തുകളിൽ അവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഈ വചനം ഇപ്രകാരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.